ഫലമാണ്. അതല്ലെങ്കിൽ മുമ്പുള്ള ഭരണാധികാരികൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുത്തത് കൊണ്ടാണ് ഇന്ന് ഇത്രയെങ്കിലും സ്വാതന്ത്ര്യം സ്ത്രീകൾ അനുഭവിക്കുന്നത്. കൊച്ചു വെളുപ്പാങ്കാലത്ത് എഴുന്നേൽക്കണം, അയ്യോ അടുക്കളയിൽ ഭക്ഷണം എന്തുണ്ടാക്കണം, കറി എന്തുണ്ടാക്കണം, കുട്ടികളെ സ്കൂളിൽ വിടണം, കുട്ടികൾക്ക് എന്ത് ഭക്ഷണം കൊടുക്കണം, കുട്ടികൾ യൂണിഫോം കഴുകണം, അലക്കണം, വൃത്തിയാക്കണം, വീട് വൃത്തിയാക്കണം, വീട്ടിലുള്ള എല്ലാവരെയും തൃപ്തിപ്പെടുത്തണം. അയ്യോ അനിയൻ കുറച്ച് ദേഷ്യമുള്ള ആളാണ്, അനിയത്തി കുറച്ച് ദേഷ്യമുള്ള ആളാണ്. ഇവരുടെയൊക്കെ സ്വഭാവത്തിനനുസരിച്ച് ഒരു പെണ്ണ് മാറണം. ആ ഉത്തരവാദിത്വമാണ് അടുക്കള പണിയിൽ പേറിയന്ത്രമാക്കി അവളെ തളച്ചിടുന്നതിന് പിന്നിൽ ഇവര് കാണുന്നത്. ഇപ്പോഴത് നടക്കില്ല. പുരുഷന് പല്ല് തേക്കാൻ ബ്രഷ്, പിന്നീട് പേസ്റ്റ്, തല തുടയ്ക്കാൻ തോർത്ത്, ഷൂ വരെ പോളിഷ് ചെയ്ത് എടുത്തു കൊണ്ട് കൊടുക്കണം. എന്തിന്? ചോറ് കൊടുക്കുന്നത് കൊണ്ട്. ഞാനാണ് അവളെ നോക്കുന്നത്, അവളുടെ ഉത്തരവാദിത്വം ഞാനാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു വീട്ടുപണിക്ക് പോയാൽ കിട്ടും മാസം 10-30,000 രൂപ. അപ്പോ ഇവരുടെ നിഘണ്ടുവിൽ സ്ത്രീ ഒരു മനുഷ്യനല്ല. അതുകൊണ്ട് സ്ത്രീയെ മനുഷ്യനായി അംഗീകരിക്കാത്തത് കൊണ്ട് കറുത്ത പട്ടിയോടും കഴുതയോടും ഒക്കെ ഉപമിച്ച ഈ മതത്തില് ഇതിൽ കൂടുതൽ സ്വാതന്ത്ര്യങ്ങളൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല. ലിംഗസമത്വത്തെ കുറിച്ച് കൂടുതലായി പറയുന്നത് നമുക്ക് ഇഷ്ടമില്ല. കാരണം ഞമ്മന്റെ മതത്തിൽ അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകളെ നയിച്ചുകൊണ്ട് തെളിച്ചുകൊണ്ട് പോകുന്ന ഒരു നിയന്ത്രണ അധികാരമുള്ളവനാണ് പുരുഷൻ എന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ആ രൂപത്തിലുള്ള സമത്വവും പുരോഗതിയും സുരക്ഷയും ഒക്കെ മതി നമുക്ക്. പക്ഷേ ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലല്ലോ, പ്രധാനമന്ത്രിയല്ലേ ഭാരതത്തിലെ സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കണം എന്ന് നിർബന്ധം പിടിക്കുന്ന, എല്ലാ മേഖലകളിലും സ്ത്രീകൾ വേണം എന്ന് നിർബന്ധം പിടിക്കുന്ന, സുരക്ഷ ഒരുക്കാൻ തയ്യാറായി നിൽക്കുന്ന, അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കാനുള്ള നടപടികൾ നരേന്ദ്രമോദി സർക്കാർ തുടക്കം മുതൽ തന്നെ സ്വീകരിച്ചു പോകുന്നത് കൊണ്ടാണ് ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ് പോലും ഒരു സ്ത്രീ ആയിരിക്കുന്നത് ഇന്ന്. അതും ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് കൂടി ഓർക്കണം. അപ്പൊ എല്ലാ മേഖലകളിലും സ്ത്രീകൾ സ്വാതന്ത്ര്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവർ സ്വയം പര്യാപ്തത ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവരുടെ ആ സ്വാതന്ത്ര്യത്തിന്റെ മേൽ കടക്കിൽ കത്തിവെച്ചുകൊണ്ട് കടിഞ്ഞാണിടുന്ന ഇത്തരം പിന്തിരിപ്പൻ നയങ്ങളെ എതിർക്കാൻ മുസ്ലിം സ്ത്രീകൾ തന്നെ രംഗത്ത് വരുന്നതാണ് ആകെയുള്ള ഒരു സമാധാനം. മതം പറഞ്ഞ് വോട്ട് ചോദിച്ച് കോടതി അയോഗ്യരായ ആളുകൾ പറയുക മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം, മതമാണ് ഞങ്ങളുടെ പ്രശ്നം. ഇതാണ് ഇവരുടെ വെല്ലുവിളി. മതത്തിൽ നിന്നൊരാൾ പുറത്തു പോയി കഴിഞ്ഞാൽ അവനെ പിന്നീട് ഈ രാജ്യത്ത് വെച്ചോണ്ടിരിക്കാൻ പാടില്ല എന്നതാണ് ഇവരുടെ തത്വം. ഇത് മതരാജ്യമല്ല എന്ന് പറയാനാണ് നമ്മൾ ആ സമയം ഇവർക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നത്. സൂപ്പർമാൻ ആദ്യം ഇയാളുടെ മുഖം വെച്ച് വായോ, അത് കഴിഞ്ഞിട്ടല്ലേ ഡിബേറ്റിന് ചാലഞ്ച് ചെയ്യുന്നത്. നിഴലിനോട് യുദ്ധം ചെയ്യാനോ? ഫേക്ക് ഐഡിയോട് നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ അത് വയ്ക്ക്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിബേറ്റിന് വെല്ലുവിളിക്കുക. അല്ലാതെ മുഖമില്ലാതെ ഫേക്ക് ഐഡിയിൽ വന്നിട്ട് ഡിബേറ്റിന് എന്താ എന്ന് ചോദിക്കലല്ല ഡിബേറ്റ്, കേട്ടോ. അപ്പൊ ഇവര് മതത്തെയും ആചാരങ്ങളെയും അനാചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ സാഹചര്യങ്ങൾക്ക് അനുഗുണമായി ഇവർക്ക് വേണമെങ്കിൽ വേണം, ഇവർക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഇവർക്ക് വേണ്ടതിനെ ഇവർ അന്ധമായി പിന്തുടരും. അത് പക്ഷേ ഈ ഒരു പൊതുസമൂഹത്തിലേക്ക് നിങ്ങൾ ഇൻജെക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ എതിർക്കും. ബോധവൽക്കരണം ആവശ്യമുള്ളവർക്ക് അത് നൽകുകയും ചെയ്യും. നിങ്ങളുടെ സൗകര്യത്തിനൊപ്പിച്ചും മതത്തിൽ വെള്ളം ചേർത്തും നേർപ്പിച്ചും നിങ്ങളുടെ അവസരത്തിനൊപ്പിച്ച് നിങ്ങളുടെ അഭിരുചിക്കിണങ്ങി നിങ്ങളുടെ ലാഭക്കൊയ്ത്തുകൾ നോക്കി നിങ്ങൾ ഈ മതത്തെ മാറ്റിയും മറിച്ചും മാറ്റി അപ്ഡേഷൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എതിർക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഈ മതത്തിന്റെ കാപട്യക്കാരാണ്. നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒഴുക്കിനെതിരെ നീന്താൻ നിങ്ങൾക്ക് സാഹചര്യങ്ങളില്ല, നിങ്ങൾക്ക് താല്പര്യമില്ല. കാരണം നിങ്ങൾ മർക്കസ് നോളജ് സിറ്റിയിൽ സ്ത്രീകളുണ്ടോ, സ്ത്രീ അധ്യാപകരുണ്ടോ, അവിടെ മിക്സഡ് ആയിട്ടുള്ള സ്കൂളുകളുണ്ടോ? നിങ്ങൾ പറയുന്നു കട്ടനിട്ടാണ് പഠിപ്പിക്കുന്നതെന്ന്. മുസ്ലിം പെൺകുട്ടികളെ അധ്യാപകന്മാര് പഠിപ്പിക്കുന്നുണ്ടോ? മുസ്ലിം ആൺകുട്ടികളെ അധ്യാപികമാർ പഠിപ്പിക്കുന്നുണ്ടോ? ആദ്യം നിങ്ങളുടെ സ്ഥാപനങ്ങളിലെങ്കിലും നിങ്ങൾ ഈ രൂപത്തിൽ നാരീ ശക്തി മാറ്റിയെടുക്കുക. ഇത്തരം സ്ത്രീ വിരുദ്ധതകളെ നമ്മുടെ കേരള സമൂഹം എതിർക്കുക തന്നെ ചെയ്യും. മതത്തിന്റെ പേരിൽ ഈ മതപുരോഹിതന്മാര് നടത്തുന്ന വ്യവസായത്തെ, യാഥാസ്ഥിതിക സ്ത്രീ വിരുദ്ധമായ നിലപാടുകളെ എതിർക്കുക തന്നെ ചെയ്യും. സ്ത്രീകൾ പുരുഷനെ നോക്കുന്നതും പുരുഷൻ സ്ത്രീകളെ കാണുന്നതുമൊക്കെ തെറ്റാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തലച്ചോറിനാണ് ചികിത്സ വേണ്ടതെന്നും
ഈ വാദം പ്രാകൃതമാണെന്നും പറയാൻ ഞങ്ങൾക്ക് ആർക്കും കപ്പം കൊടുക്കേണ്ട കാര്യമില്ല. സമൂഹ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ പൊതു ഇടങ്ങളിലും പുരുഷനോടൊപ്പം തന്നെ ഇടപഴകി തന്നെയാണ് സ്ത്രീകൾ ഇത്രയും മുന്നേറ്റം കൈവരിച്ചിട്ടുള്ളത്. ആരും ആരെയും കയറി പിടിച്ചിട്ടില്ല. നിങ്ങളുടെ മനോവൈകൃതത്തിന് ചികിത്സ വേണ്ടതിന് പകരം സ്ത്രീയും പുരുഷനും ഇടകലരുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. ഭരണഘടന വിഭാവനം ചെയ്യുന്ന, ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യവും മനുഷ്യാവകാശവുമാണ് സ്ത്രീ പുരുഷ സമത്വം ലോകമാകെ അംഗീകരിക്കപ്പെടുമ്പോൾ ആചാരങ്ങളുടെ പേരിലും 6-ാം നൂറ്റാണ്ടിന്റെ മതഗോത്രങ്ങളുടെ പേരിലുമൊക്കെ സ്ത്രീകളെ പുറകോട്ട് വലിക്കുന്ന നവോത്ഥാന നിഷേധത്തെ ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും. സ്ത്രീകളെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തി സ്ത്രീകളെ അടിമകളാക്കാനും അബലകളാക്കാനും സ്ത്രീകൾ വളർന്നു വരുന്ന എല്ലാ മേഖലകളിലും പ്രതിസന്ധികൾ സൃഷ്ടിക്കാനും ഇത്തരം സമീപനങ്ങളുമായി, പിന്തിരിപ്പൻ നയങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ എതിർക്കുക തന്നെ ചെയ്യും. സൂപ്പർമാനോട് സംസാരിക്കേണ്ട ജിഷ്ണു, മുഖമില്ലാത്ത ഫേക്ക് ഐഡികളോട് നമുക്ക് സംസാരിക്കാനില്ല, വിട്ടേക്ക്. ഭീരുക്കൾ, അവർക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒന്നും തന്നെ സംസാരിക്കാനില്ല. സ്ത്രീകളെ കുറിച്ചിട്ട് എന്താണ് ഇസ്ലാം പറഞ്ഞത് എന്ന് നമുക്കറിയാം. സ്ത്രീകളെ കൃഷിയിടമാക്കി മാറ്റിയ മതം, പാട്ടത്തിന് വിൽക്കാനും കൂട്ടുകൃഷി നടത്താനും ഒക്കെയായി സ്ത്രീകളെ വെറും ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റിയ മതം. സ്ത്രീകളെ എന്തിനോടാ ഉപമിച്ചത്? കനകം, സന്താനം, വെള്ളി, മേത്തരം, കുതിരകള്, കാലികള്, കഴുതുകള്, കൃഷിയിടങ്ങള്. നല്ല മതം. ഇതൊക്കെ അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, എനിക്ക് തലച്ചോറില്ല എന്ന് സൂപ്പർമാൻ പറയും. ശരിയാണ്, ഞങ്ങളത് അംഗീകരിച്ചു. ഓക്കെ, തലച്ചോറില്ലാത്തത് ആർക്കാണെന്ന് ഇവിടെയുള്ള ആളുകൾക്ക് മനസ്സിലാകും. എന്നിട്ട് ഖുർആൻ പറയാണ്, ഇവരൊക്കെ സ്ത്രീകളുണ്ടല്ലോ ഏതാനും നാളത്തേക്കുള്ള നിങ്ങളുടെ ഐഹിക ജീവിതത്തിന്റെ വിഭവങ്ങളാകുന്നു. ഞാൻ പറഞ്ഞതല്ല കേട്ടോ. 3-ാം അധ്യായമായ ആലു ഇമ്രാൻ 14 മുതൽ 17 വരെയുള്ള വചനങ്ങളൊന്നും എടുത്ത് നോക്കിയാൽ മതി. സ്വർഗത്തിലേക്ക് ആളെ ക്ഷണിക്കുന്ന പരസ്യത്തിനും 72 ഹൂറികൾ വേണം പഠിച്ചോന്. ഒരാൾ നമസ്കരിക്കണമെങ്കിൽ, സക്കാത്ത് കൊടുക്കണമെങ്കിൽ, ഹജ്ജ് ചെയ്യണമെങ്കിൽ, നോമ്പ് പിടിക്കണമെങ്കിൽ, അള്ളാഹുവിനെ സൂക്ഷിച്ചൊന്ന് ജീവിക്കണമെങ്കിൽ 72 ഹൂറികളെ വെച്ച് പരസ്യം ചെയ്തിട്ട് അവരെ മാടി മാടി വിളിക്കണം. എല്ലിൻ കഷ്ണം വെച്ചിട്ട് പട്ടിയെ വിളിക്കുന്നത് പോലെ വിളിച്ചോണ്ടേയിരിക്കണം. എന്നാലേ ഇവർ നിസ്കരിക്കും. അവിടെ 72 മാറിടം തുടുത്ത ഹൂറികളും മദ്യപ്പൊയയിൽ മുങ്ങിക്കുളിക്കാനുള്ള സൗകര്യങ്ങളും ഇല്ല എങ്കിൽ എത്ര പേര് നമസ്കരിക്കുമായിരുന്നെന്നും എത്ര പേര് മര്യാദയ്ക്ക് ജീവിക്കുമായിരുന്നെന്നും കണ്ടു തന്നെ അറിയേണ്ടി വരും. ഇവരെ സൃഷ്ടിച്ച പടച്ചോൻ അറിയാമായിരുന്നു. ഇവന്മാരും മര്യാദയ്ക്കൊന്ന് ജീവിക്കണമെങ്കിൽ പെണ്ണുങ്ങളെ തന്നെ കൊടുക്കണം. ആ പെണ്ണുങ്ങളുടെ ഇളം പ്രായം എടുത്തെടുത്ത് പറയുകയും ചെയ്യണം. സാക്ഷികൾ എത്രയാ? ഒരു പുരുഷന് 2 പെണ്ണ്. എന്തിനാണെന്ന് അറിയാമോ? ഒരു പെണ്ണിന് മറവി പറ്റിയാൽ മറ്റേ പെണ്ണിന് ഓർമ്മ പുതുക്കി കൊടുക്കാനാണെന്ന് 2-ാം അധ്യായം 282-ാമത്തെ വചനം. കാരണം പുരുഷന് മറവി പറ്റത്തില്ല. പുരുഷ അള്ളാഹു നേരത്തെ തന്നെ സാക്ഷ്യപ്പെടുത്തി. പുരുഷന് തെറ്റ് പറ്റത്തില്ലാന്നേ. നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾ അടങ്ങിക്കഴിയണമെന്ന്. പഴയ അജ്ഞാനകാലത്തെ സൗന്ദര്യ പ്രകടനം നടത്തരുതെന്ന്. ആ സൗന്ദര്യ പ്രകടനം നടത്തിയാൽ പുരുഷന് വികാരമുണ്ടാകുമെന്ന് പുരുഷ അള്ളാഹു നേരത്തെ തന്നെ പറയുക. പുരുഷന് സൗന്ദര്യം ഇല്ലാതെ നേരത്തെ തന്നെ പഠിച്ചു തീരുമാനിച്ചു. പുരുഷന്മാര് സ്ത്രീകളെ ഇങ്ങനെ നിയന്ത്രിച്ച് തെളിച്ചു കൊണ്ടുപോകണമെന്ന് 4-ാം അധ്യായം 33-ാമത്തെ വചനം. 34 അർരിജാലു ഖവാമൂന അലൻ നിസാ. അടിക്കാം, ഉപദേശിക്കാം, കെട്ടിയിട്ടടിക്കാം, കിടപ്പറ ബഹിഷ്കരിക്കാം. പെണ്ണിനെ മര്യാദ പഠിപ്പിക്കാൻ പുരുഷ അള്ളാഹുവിന്റെ സൈക്കോളജിയാ. പുരുഷന് 4 ഒരുത്തിയെ മാറ്റി നിർത്തിയാലും മറ്റവരുമായിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവള് ഫ്രസ്ട്രേറ്റഡ് ആകും, മാപ്പ് പറഞ്ഞ് പിന്നാലെ വരും. അള്ളാഹുവിന്റെ സൈക്കോളജി 6-ാം നൂറ്റാണ്ടിലെത്തി ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇനിയും ഏതെങ്കിലും ഒരു ഭർത്താവ് ഭാര്യ ഇട്ടിട്ട് മരിച്ചാല് അവര് 4 മാസവും 10 ദിവസവും ഒക്കെ കാത്തിരിക്കണം. എന്തിനാണെന്നറിയാമോ? ഗർഭിണിയാണോ എന്നറിയാം. ഒരു തുള്ളി യൂറിൻ മാത്രം മതി ഒരാൾ ഗർഭിണിയാണോ എന്നറിയാൻ. അതേപോലും പെണ്ണ് മരിച്ചാലോ പുരുഷൻ അടുത്ത സെക്കൻഡിലടുത്ത കെട്ടാം. 2-ാം അധ്യായം 234. ഇതൊക്കെ ഖുർആനിലുള്ളതാണ്. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. ഒന്ന് പഠിച്ചോൻ ഒരു ഭീഷണി. പുരുഷന് 4 മുതൽ 18 വരെ കെട്ടാവുന്ന ഇമാം അത്തുബരി ഖുർആൻ വ്യാഖ്യാതാവാണ് പറഞ്ഞത്. എന്നിട്ട് ഒരു ഹദീസ് ഉണ്ട് കേട്ടോ, ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. 7-ാം വോള്യം 62-ാം അധ്യായത്തിന്റെ 7-ാമത്തെ ഹദീസാണ്. സയ്യിദ് പറയാ, ഇബ്നു അബ്ബാസ് ചോദിച്ചത്രേ ഇദ്ദേഹത്തോട്,
നീ വിവാഹം ചെയ്തിട്ടുണ്ടോന്ന് നബി ചോദിച്ചതാ. ഇല്ല. അപ്പൊ ഇബ്നു അബ്ബാസ് പറഞ്ഞില്ല, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തോട് പറയാ, നീ വിവാഹം ചെയ്തോട്ടാ, തീർച്ചയായും ഈ സമൂഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ കൂടുതൽ ഭാര്യമാരുണ്ടായിരുന്നവരാണെന്ന് നബി പറഞ്ഞിട്ടുണ്ട് അത്ര. ഇബ്നു അബ്ബാസിനോട് മുഹമ്മദ് നബി